ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളും ജർമ്മനിയിൽ ഒരു ഫുൾ ടൈം ജോബ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് കേട്ടോ. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ചെയ്യുക, എങ്ങനെയാണ് നിങ്ങൾക്ക് CV പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏതൊക്കെ സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് പറയാൻ പോകുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് മറക്കണ്ട. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകും. ഒരു ഫുൾ ടൈമിലോട്ട് നോക്കാനുള്ള നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീൽഡ് ഏതാണോ അത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക. അതിൻ്റെ റിക്വയർമെന്റ്സ് എന്താണ് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാനായിട്ട്. അപ്പോൾ അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ഫീൽഡ്സ് എടുക്കാം. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ IT കാറ്റഗറി എടുക്കാം, അപ്പോൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് BCom ഏരിയ, ഫൈനാൻസ് ഏരിയ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ റിക്വയർമെന്റ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫീൽഡ് ഏതാണോ ആ ഒരു ഫീൽഡിൻ്റെ റിക്വയർമെന്റ്സ് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ റിക്വയർമെന്റ് അനാലിസിസ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീൽഡിൽ ഇംഗ്ലീഷ് വെച്ച് ജോലി കിട്ടുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾ ജർമ്മനിയിലാണോ, നിങ്ങൾ ജർമ്മനിയിൽ ഒരു ജോലി കിട്ടാനായിട്ട് നോക്കുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ ജർമ്മൻ നല്ല രീതിയിൽ പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ജർമ്മൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിലും കുറച്ച് പൊടിക്കൈകൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അത് കറക്റ്റായിട്ട് പഠിക്കാനെങ്കിലും ശ്രമിക്കുക. അപ്പം നമുക്ക് ജർമ്മൻ അറിയാമെന്ന് നമ്മുടെ ഒരു ഇന്റർവ്യൂവറിന് നമുക്ക് ചെറിയ രീതിയിലെങ്കിലും നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും കേട്ടോ. സോ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് നിങ്ങളുടെ ഫീൽഡിന്റെ റിക്വയർമെന്റ്സ് അനലൈസ് ചെയ്യുക എന്നുള്ളത്. ഇനി രണ്ടാമത്തെ മെയിൻ പോയിന്റിലോട്ട് വരാം. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ചിന്തയുണ്ടാവും, നിങ്ങൾക്ക് ജർമ്മനി ഇല്ലാതെ ഒരു ഫുൾ ടൈം ജോലി കിട്ടും. അങ്ങനെ കിട്ടിയ കുറേ പേരുണ്ട്. ഇപ്പോൾ നിങ്ങൾ IT ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ IT കുറേ പേര് അങ്ങനെ കയറി എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ജോലി കിട്ടി, എൻ്റെ ജോലിക്ക് എൻ്റെ ജോലിക്ക് ജർമ്മൻ വേണ്ട, അല്ലെങ്കിൽ എൻ്റെ ജോലിക്ക് എന്നിട്ട് പറയാം ഇംഗ്ലീഷ് മാത്രം മതി എന്ന് പറയുന്ന കുറേ പേരുണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ജോബ് സെർച്ച് നടത്തി കഴിയുമ്പോൾ നമുക്കൊരു ഇൻഫറൻസ് ഉണ്ടാവുന്നതാണ്. ഇവിടെ ജോബ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു അത്യാവശ്യം ജർമ്മൻ എന്തെങ്കിലും പറയാൻ അറിയുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. എന്തെങ്കിലും പറയാനല്ല, നിങ്ങൾക്ക് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള ഒരു ജർമ്മൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും നല്ല അസറ്റാണ്. ജർമ്മനിയിലോട്ട് വരുമ്പോൾ തന്നെ നിങ്ങളുടെ ജർമ്മൻ ഏകദേശം നല്ല രീതിയിൽ സൗണ്ട് ആക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മൻ അറിയാമെന്നുണ്ടെങ്കിൽ വളരെ രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി രണ്ടാമത്തെ കാര്യം, ജർമ്മൻ അറിയാത്ത ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇനി പറയണത്. ഇനി നമ്മൾ ജർമ്മൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ഇന്റർവ്യൂവിന് വിളിക്കാന്ന് വിചാരിക്കുക. അപ്പൊ അതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിക്കവാറും ഒരു ഫോൺ കോൾ ഇന്റർവ്യൂ ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞ ഫോൺ കോൾ ഇന്റർവ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത് എന്നുള്ളതിന്റെ ഫുള്ള് സ്ക്രിപ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എപ്പോഴാണ് ഈ പറഞ്ഞ ഫോൺ കോൾ ഇന്റർവ്യൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഒരു എന്നിട്ട് പറയാം ഏതെങ്കിലും ഒരു വീക്ക് ഡേയ്സിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നേ പറയാൻ പറ്റുള്ളൂ. പെട്ടെന്നുള്ള ഒരു റാൻഡം കോൾ ആയിരിക്കും. അവർ നിങ്ങളെ എങ്ങനെയാണ് എന്നുള്ളൊരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഫോൺ കോൾ ഇന്റർവ്യൂവിൽ അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടത് എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഫോൺ കോൾ ഇന്റർവ്യൂസ് ഉണ്ടാവും. എനിക്കും പറയുകയാണെങ്കിൽ ഇതൊരു കോൾഡ് കോൾസ് ആയിരിക്കും. എന്തൊക്കെയാണ് നിങ്ങളെ പറ്റി അറിയാം, നിങ്ങൾക്ക് ജർമ്മൻ അറിയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങൾ എത്ര നാളായിട്ട് ഈ പറഞ്ഞ ജർമ്മനിയിലുണ്ട്, നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ, അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളായിരിക്കും. ഇപ്പം നിങ്ങളുടെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കും ചോദിക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, പ്രീവിയസ് ഇയർ എക്സ്പീരിയൻസ് എന്താണ്, ഇപ്പം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഓരോരോ ക്വസ്റ്റ്യൻസ് കറക്റ്റാക്കി ഉണ്ടാക്കി വെച്ച് ജർമ്മനിൽ തന്നെ ഉണ്ടാക്കി വെച്ച് ജർമ്മനിൽ തന്നെ നമ്മൾ അവരുടെ അടുത്ത് പറയാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇത്രയും ഉണ്ടാക്കി വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഇത്രയും ക്വസ്റ്റ്യൻസിന് എനിക്ക് ജർമ്മനിലെ ആൻസർ പറയാൻ പറ്റും. പിന്നെ ഒരിക്കലും ഒരു കോള് വരുമ്പോൾ അവരുടെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യരുത്. അതാണ് കുറെ ആൾക്കാർ ചെയ്യണ തെറ്റെന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ജർമ്മൻ അറിയില്ല എന്ന് പറയണതിൽ നല്ലത് നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് ജർമ്മനിൽ അവരോട് പറയണതാണ്. അപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ ഒരു ഉത്തരം കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്തെങ്കിലും ജർമ്മനിൽ പറയാൻ പറ്റുന്ന ഷുവർ ഷോട്ടാണ്. അപ്പൊ അങ്ങനെ പറയണ ഒരു കോളായിരിക്കും എപ്പോഴും ജർമ്മനിൽ റിക്രൂട്ടർ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ജർമ്മനിൽ പറയണ ഒരു ആൻസേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് വെക്കുന്നത് ബാക്കിയുള്ള നമ്മുടെ കാൻഡിഡേറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ. ഫോൺ കോൾ ഇന്റർവ്യൂസിനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് മെയിനായിട്ട്. അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് ഒരു ഫുൾ ടൈം ജോലിയിലോട്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് തുടങ്ങേണ്ടത് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ജർമ്മനിയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കോഴ്സ് തീർക്കുക. കോഴ്സ് തീർത്ത് കഴിഞ്ഞിട്ട് ഒരു ഫുൾ ടൈമിലോട്ട് കയറുക. അങ്ങനത്തെ ഒരു പടിയിൽ നിന്ന് ഒരു മാറ്റി ചിന്തിച്ച് നമ്മൾ ഇപ്പോൾ ചിന്തിക്കണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴ്സ് ചെയ്യണോട് കൂടി അറ്റ്ലീസ്റ്റ് ഒരു ഇന്റേൺഷിപ്പ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു വർക്കിംഗ് സ്റ്റുഡൻറ് പൊസിഷൻ അത് കണ്ടുപിടിക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പം നിങ്ങൾ കോഴ്സിന് വന്നപ്പോൾ
തന്നെ നിങ്ങൾ ഏകദേശം ഒരു ഫസ്റ്റ് സെമിസ്റ്ററിൽ പരമാവധി നിങ്ങളുടെ സബ്ജക്ട്സ് എല്ലാം എഴുതിയെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന സെക്കൻഡ് സെമിസ്റ്റർ അല്ലെങ്കിൽ തേർഡ് സെമിസ്റ്റർ ആകുമ്പോഴേക്കും നിങ്ങളൊരു വർക്കിംഗ് സ്റ്റുഡൻറ്റിലോട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യം ഇപ്പോൾ കുറേ പേര് പറയും ചേട്ടാ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, ഞാൻ ഇതുവരെയായിട്ടും ഒറ്റ കാര്യങ്ങൾ ചെയ്തിട്ടില്ല, എവിടെയും വർക്ക് ചെയ്തിട്ടില്ല. അങ്ങനത്തെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും പ്രൊജക്ട്സ് നിങ്ങൾ ചെയ്ത പ്രൊജക്ട്സ്, നിങ്ങൾ ചെയ്ത മിനി പ്രൊജക്ട്സ്, പിന്നെ നിങ്ങളുടെ ഫൈനൽ പ്രൊജക്ട് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം വെച്ച്, പിന്നെ നിങ്ങൾക്ക് അറിയണ സ്റ്റാക്ക്, ഇനി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ IT-യിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു പേഴ്സണൽ വെബ്സൈറ്റ് ഉണ്ടാക്കുക. ഇതൊക്കെ നല്ല കിടിലൻ പ്രൊജക്ട്സ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല ടൂൾസ് ഉപയോഗിക്കും. ഇപ്പോൾ റിയാക്ട്, പ്രിസ്മ അങ്ങനത്തെ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ അത്യാവശ്യം ഇപ്പോഴത്തെ ന്യൂ ടെക്നോളജിയുടെ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങളൊരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ പേഴ്സണൽ അസെറ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രൊജക്റ്റായിട്ട് നിങ്ങൾക്ക് കൂട്ടാനും പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസിൽ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വർക്കിംഗ് സ്റ്റുഡൻറ്റ് പൊസിഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്റേൺഷിപ്സ് കിട്ടാനായിട്ട് നമുക്ക് കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പായ വർക്കിംഗ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു റിസർച്ച് അസിസ്റ്റൻറ്റ് അങ്ങനത്തെ പൊസിഷനിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു പാർട്ട് ടൈം സാധാരണ ചെയ്തെടുക്കുന്നതിന് പകരം ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കും. നമ്മൾ ഏകദേശം ഒരു 1.5 കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും ഒരു കുറച്ച് നാൾ വർക്കിംഗ് സ്റ്റുഡൻറ്റ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഈ പറഞ്ഞ നമുക്ക് ഒരു തീസിസ് അപ്ലൈ ചെയ്യാം എന്നുള്ള സ്റ്റേജിലോട്ട് എത്തും. അപ്പം അങ്ങനെ തീസിസ് അപ്ലൈ ചെയ്യുമ്പോൾ തീസിസ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അപ്ലൈ ചെയ്യണത് ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ കിട്ടണ ഒരു തീസിസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് കുറേ പേര് പെട്ടെന്ന് തീസിസ് തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഫസറിൻ്റെ അണ്ടറിൽ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ എക്സ്പോഷർ കിട്ടുക നിങ്ങളൊരു കമ്പനിയിൽ തീസിസ് ചെയ്യണതാണ്. അപ്പോൾ അങ്ങനെ കമ്പനിയിൽ തീസിസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പരമാവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പരിപാടി നോക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളൊരു ഫുൾ ടൈമിന് ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു ഫ്രഷർ എന്നുള്ള നിലയ്ക്കാണല്ലോ നമ്മളിപ്പോൾ പറയണത്. എക്സ്പീരിയൻസ് ആയവരുടെ കാര്യമല്ല നമ്മളിപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണത്. കാരണം ജർമ്മനിയിൽ വരുന്ന കുറേ സ്റ്റുഡൻസും ഫ്രഷേഴ്സ് ആയിട്ട് വരുന്നവരുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വരുന്നവരുണ്ട്. അവരാണ് ഈ മെയിനായിട്ട് പറയണത് ജർമ്മനൊന്നും അത്ര കുഴപ്പമില്ല, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സ്കില്ല് ഉണ്ടെങ്കിൽ ജോലി കിട്ടും എന്നൊക്കെ പറയണത്. ഇപ്പം നമ്മുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫ്രഷർ എന്നുള്ള ജനലിക്ക് ഇവിടെ കോമ്പറ്റീറ്റീവ് ആവുന്നത് നമ്മുടെ ജർമ്മൻ സ്കിൽസ് ആണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ചെയ്ത പ്രൊജക്ട്സും നമ്മൾ വർക്കിംഗ് സ്റ്റുഡൻറ്റ് ചെയ്തിട്ടുണ്ടോ, നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടോ, ഈ കാര്യങ്ങളാണ് നമ്മുടെ അസറ്റ് ആയിട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുക കേട്ടോ. ഈ അടുത്തതായിട്ടുള്ളതാണ് ഇനി നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ളൊരു ട്രാക്ക് വെക്കണം. എത്ര അപ്ലിക്കേഷൻസ് നിങ്ങൾ ഒരു ദിവസം അപ്ലൈ ചെയ്യണുണ്ട്, അപ്പോൾ തന്നെ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ആണ് കേട്ടോ ഇനി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം ആയിക്കോട്ടെ, ഇന്റേൺഷിപ്പ് ആയിക്കോട്ടെ, വർക്കിംഗ് സ്റ്റുഡൻറ്റ് ആയിക്കോട്ടെ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ട്രാക്ക് വെക്കുക. ഒരു ദിവസം ഞാൻ ഇത്ര അപ്ലിക്കേഷൻ എങ്ങനെ പോയാലും അയക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞ അപ്ലിക്കേഷൻ അയക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ അപ്ലിക്കേഷൻ ചെയ്ത സമയത്ത് ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത 2 പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിനും സിങ്ങും. ജർമ്മനിയിലായ കാരണമാണ് സിങ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നമ്മൾ മെയിനായിട്ട് ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം. സിങ് മെയിനായിട്ട് ജർമ്മൻ ജോബ്സ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ സിങ്ങിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് ഈ പറഞ്ഞ കോൾസും കാര്യങ്ങളാണ്. ഈ പറഞ്ഞ കോള് എങ്ങനെ പോയാലും ജർമ്മനിലായിരിക്കും. അപ്പോൾ ജർമ്മനിൽ നിങ്ങളൊരു കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ റിക്രൂട്ടറിൻ്റെ അടുത്ത് പറയണം എന്നുള്ള കാര്യം നിങ്ങൾ മുന്നേ തന്നെ പഠിച്ചു വയ്ക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ല അവർ ചോദിക്കുക. അവർ ചോദിക്കുന്നത് നിങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ആ ഡീറ്റെയിൽസ് നിങ്ങൾ പറയാനായിട്ട് പ്രാപ്തരാക്കി വെക്കുക. ജർമ്മൻ അറിയാത്തവരുടെ കാര്യമാണോ മെയിനായിട്ട് പറയണേ. ഇനി അടുത്തത് ഇപ്പോൾ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ സിങ് നിങ്ങൾ ചൂസ് ചെയ്തു. ഇനി നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം? അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഭയങ്കര വലിയ സ്റ്റെപ്പ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. നിങ്ങൾ ലിങ്ക്ഡിനിൽ സെർച്ച് ജോബ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. അത് കഴിഞ്ഞിട്ട് അവിടെ ഫിൽറ്ററിൽ നിങ്ങളുടെ ഫീൽഡ് ഏതാണോ ആ ഫീൽഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം 24 അവർ ഫിൽറ്റർ ഓൺ ആക്കിയിടുക. അത് കഴിഞ്ഞിട്ട് തലേ ദിവസം വന്ന ജോബിന് മാത്രം അപ്ലൈ ചെയ്താൽ മതി. അത് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 20 മേലെ ഓപ്പർച്യൂണിറ്റീസ് ഒരു ദിവസം തന്നെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒരു 4-5 ദിവസം ബാക്കിലുള്ള ജോബ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ അത്ര വലിയ അർത്ഥമില്ല എന്നാണ് ഞാൻ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റിയത്. ഏറ്റവും കൂടുതൽ നമ്മൾ 24 അവേഴ്സ് ബാക്കുള്ള ജോബിന് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ജോബ് ഓപ്പണിങ്സിന് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇനി അടുത്തതായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലിങ്ക്ഡിനിൽ തന്നെ അടുത്ത കാറ്റഗറി ഉണ്ട്, ഈസി ജോബ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈസി അപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഈസി അപ്ലൈ വഴി അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതൊരു അപ്ലിക്കേഷൻ എന്നുള്ള കൗണ്ടിൽ കൂട്ടാതിരിക്കുക. കാരണം ഈ ഈസി അപ്ലിക്കേഷൻ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് 2-3 ക്ലിക്സ് ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കോൾ കിട്ടാൻ ഭയങ്കര സാധ്യത കുറവാണ്. പക്ഷെ കിട്ടിയവരുണ്ട്. പക്ഷെ അത് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിലും നല്ലത് അത് നിങ്ങൾ കൗണ്ടായിട്ട് കൂട്ടാതെ നിങ്ങൾ അപ്ലൈ ചെയ്യണം
പറയണേ ഓരോ ജോബിനും നിങ്ങളുടെ സിവിയും കവർ ലെറ്ററും ടൈലർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. ഈ സിവിയും കവർ ലെറ്ററും എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളൊരു കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ സിവി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ആർഭാടം കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒരു വേർഡ് ഡോക്യുമെന്റിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ലൈൻ ബൈ ലൈൻ സിംഗിൾ ലൈൻ എന്നിട്ട് പറയാം, ഇപ്പോൾ ഡബിൾ കോളം ആയിട്ട് നിങ്ങൾ സി വി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സിംഗിൾ ലൈനിൽ എത്രയും മിനിമലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു അത്രയും മിനിമലിസ്റ്റ് ഡിസൈൻ ആയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോസ് ഇപ്പോൾ ATS ഒക്കെ സ്കാൻ ചെയ്യുന്ന കമ്പനി ആണെന്നുണ്ടെങ്കിൽ ജർമ്മനിയിൽ വളരെ കുറവാണ് ATS സിസ്റ്റം എന്ന് പറയുന്നത്. എങ്ങനെ പോലും ഹ്യൂമൻസ് ആയിരിക്കും നിങ്ങളുടെ CV റീഡ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഏറ്റവും മിനിമലിസ്റ്റിക് ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ അവർക്കത് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കീവേഡ്സ് കിട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ എളുപ്പം മിനിമലിസ്റ്റിക് ഡിസൈനാണ്. ഭയങ്കര വലിയ ആർഭാടോ കളറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഒരു ചെറിയ ഫോട്ടോ വെക്കണതും നല്ലതായിരിക്കും. അടുത്തതായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ട്രാക്ക് ചെയ്യാനായിട്ട് ഭയങ്കര വലിയ ടെക്നോളജി അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് ഇമെയിലിൽ തന്നെ പറ്റും. ഇമെയിലിൽ തന്നെ നിങ്ങൾ ലേബിൾസ് എന്ന് പറഞ്ഞ കോളം സെലക്ട് ചെയ്തിട്ട് ഓരോ ലേബിളും ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു കമ്പനിക്കായാലും ഒരു ഇമെയിൽ റിട്ടേൺ ആയിട്ട് വരും, നിങ്ങൾ ഇന്നൊരു കമ്പനിയോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ആ പറഞ്ഞ ഇമെയിൽ നിങ്ങൾ ലേബിൾ ചെയ്ത് വയ്ക്കുക അപ്ലൈഡ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പനിയിലോട്ട് എനിക്ക് അപ്ലൈ ചെയ്ത് ഇന്റർവ്യൂ വന്നു. അപ്പോൾ ഓരോ സ്റ്റേജ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക, അപ്ലൈഡ്, ഇന്റർവ്യൂ, റിജക്റ്റഡ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന ദിവസം ഞാൻ 20 കമ്പനിക്ക് അപ്ലൈ ചെയ്തു, ഇന്ന ദിവസം എനിക്ക് എത്ര റിജക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ട്രാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര കമ്പനി ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും, ഇത്ര കമ്പനിയിൽ നിന്ന് എനിക്ക് റിജക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഗ്രസ് എപ്പോഴും നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ഒരു ലക്ഷ്യമില്ലാതെ നമ്മൾ വർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ബേസിക്കലി നമ്മൾ എത്ര കമ്പനീസിന് എത്ര ഇമെയിൽ അയക്കുന്നു, ഈ പറഞ്ഞ ഇമെയിൽ എല്ലാവരും നിങ്ങൾ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റസ് കിട്ടാൻ നല്ലതായിരിക്കും. പിന്നെ കുറേ പേർക്ക് പറ്റുന്ന അടുത്ത തെറ്റാണ്, ചെയ്ത കമ്പനിയിലോട്ട് തന്നെ വീണ്ടും അപ്ലൈ ചെയ്യാൻ നോക്കിയിട്ട് വീണ്ടും 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 പൊസിഷനുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ട്രാക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സിസ്റ്റമാറ്റിക് വേ ആണ്, വളരെ എളുപ്പമാണ്. പുതിയ ടെക്നോളജികൾ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഓൺലൈൻ ജിമെയിൽ തന്നെ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതായിട്ട് നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമാണ്, ഇപ്പോൾ നിങ്ങൾ CV പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 1 പേജോ 2 പേജോ മതി നിങ്ങൾ CV എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം അത്ര കാര്യത്തിൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കീവേഡ്സ് ആയിട്ട് ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾ വെറുതെ വലിയ പാരഗ്രാഫ് വലിച്ച് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ലക്ഷ്യവും കാര്യങ്ങളും അങ്ങനെ എഴുതേണ്ട ഒരു ആവശ്യമില്ല. എക്സ്പീരിയൻസ് കുറവുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ പ്രൊജക്ട്സ്, നമ്മൾ ചെയ്ത കാര്യങ്ങൾ, അതിനാണ് അവർ കോൺസെൻട്രേഷൻ കൊടുക്കണം. പിന്നെ അതിൽ കുറേ കീവേഡ്സ് ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ കവർ ലെറ്റർ എഴുതുമ്പോൾ കവർ ലെറ്റർ മാക്സിമം 1 പേജ് മതി. 1 പേജിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, പിന്നെ നമ്മുടെ മെയിൻ കണ്ടന്റ് എക്സ്പീരിയൻസ് കൊടുക്കുക, എന്തുകൊണ്ട് ഈ കമ്പനിയിലോട്ട് അപ്ലൈ ചെയ്യണമെന്ന് കൊടുക്കുക, ഒരു കൺക്ലൂഷൻ പാരഗ്രാഫ്. ഇത്തരം പറഞ്ഞാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കവർ ലെറ്ററിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഓരോ കവർ ലെറ്ററും നിങ്ങൾ ഓരോ കമ്പനിക്ക് വേണ്ടിയിട്ട് ടൈലർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ടൈലർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, ജോബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പറയണം എന്തെങ്കിലും കുറച്ച് സെൻറ്റൻസ് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുറച്ച് കീവേഡ്സ് നമ്മുടെ കവർ ലെറ്ററിൽ ഉൾക്കൊള്ളിക്കുക. അതിനെയാണ് നമ്മൾ ടൈലർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 2 പേജിലുള്ള ഒരു CVയും 1 പേജിലുള്ള ഒരു കവർ ലെറ്ററും നമ്മൾ ഈ അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള ഒരു അടുത്ത ട്രിക്കാണ്, ജർമ്മനിയിലാണെന്നുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ നെറ്റ്വർക്ക്സ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഏതെങ്കിലും വർക്ക് ചെയ്യുന്ന കൊളീഗ്സിൻ്റെ അടുത്ത് നിങ്ങൾ റെഫറലായിട്ട് ചോദിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ജർമ്മനിയിൽ മെയിനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് റെഫറൽസ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ റെഫറൽ വർക്ക് ചെയ്യണതിൽ ഒരു 3 ഇരട്ടി ഇതിൽ നമ്മുടെ ജർമ്മനിയിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റെഫറൽ വർക്ക് ചെയ്യും. ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗാണ്, ഇവിടെ ഒരു ഓപ്ഷൻ പുതിയതായിട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് അവർ നോക്കുക ഇന്റേണൽ ആയിട്ടുള്ള ആൾക്കാരെ കയറ്റാൻ പറ്റുമോ, അതാണ് ആദ്യത്തെ ഓപ്ഷൻ നോക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ അവർ നോക്കുക ഇന്റേണൽ ആയിട്ട് അറിയാവുന്ന ആൾക്കാരെ റെഫറൽസ് വഴി നമുക്ക് എംപ്ലോയീസിനെ കിട്ടും. ആ ഒരു ഓപ്ഷനാണ് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതൊരു ചെറിയ ഓപ്ഷൻ അല്ല. നിങ്ങൾക്ക് എത്രത്തോളം നെറ്റ്വർക്ക്സ് ഉണ്ടോ അവർക്ക് എല്ലാവർക്കും നിങ്ങളുടെ CVയും കവർ ലെറ്റർ അയച്ചു കൊടുക്കുക. എന്നിട്ട് അവർക്ക് അവരുടെ HR-ന്റെ അടുത്ത് മെയിലായിട്ട് അയക്കാൻ പറയുക ഇന്നൊരു പൊസിഷൻ ഓപ്പൺ ആണ് എന്നുണ്ടെങ്കിൽ. ഇനി ഓപ്പൺ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ എന്നിട്ട് പറയാം അൺസോളിസ്റ്റിക്കേറ്റഡ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്കീമുണ്ട്. അതുവഴി നിങ്ങളുടെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കൊളീഗിൻ്റെ അടുത്ത് പറയാം എൻ്റെ CVയും കവർ ലെറ്ററും ഇതാണ്, അപ്പോൾ ഇത് വെച്ചിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഓപ്പണിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ റെഫർ ചെയ്യാനായിട്ടുള്ള കാര്യം നിങ്ങൾ പരമാവധി സൂചിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തിങ്കൾ തൊട്ട് വെള്ളി വരെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യും. ഇപ്പോൾ നിങ്ങളൊരു 20 ജോബ് വെച്ച് ഓരോ ദിവസം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 5 ദിവസം ഏകദേശം ഒരു
100 ജോബിനെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത്ര ജോബിന് അപ്ലൈ ചെയ്തതിന് ശേഷം 2 ദിവസം റെസ്റ്റ് എടുക്കുക ശനിയും ഞായറും. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച കാലത്തോ വരുന്ന ഓപ്പണിങ്സിന് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ സൺഡേ നൈറ്റ് തൊട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾ 1 മാസം അല്ലെങ്കിൽ 1 1/2 മാസം കഴിയുമ്പോഴേക്കും ഏകദേശം 300, 350 ആപ്ലിക്കേഷന് മേലെ അയച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് സിവി ടൈലർ ചെയ്ത് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ട്ടോ. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫുൾ ടൈം ജോബ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ പോയിന്റ്സ് ആണ് ട്ടോ. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങളൊരു ഫുൾ ടൈം ജോബ് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാവുമെന്ന് ഞാൻ എന്തായാലും വിചാരിക്കുന്നു ട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളത്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരാവുന്നതാണ് ട്ടോ. ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി എന്നാ.